പശ്ചിമേഷ്യയിൽ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് 24 ദിവസമായി തുടർന്ന ഇറാനും അമേരിക്ക ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു താൽക്കാലിക വിരാമം വരികയാണ്. ഈ സംഘർഷത്തിന് സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമായി നടത്തിയ ദ്വിദിന ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതി ഉണ്ടായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇത് കണക്കിലെടുത്ത് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് 5 ദിവസത്തെ സമയം കൂടി അനുവദിച്ചു. ഈ കാലയളവിൽ ഇറാൻ്റെ ഊർജ്ജ നിലയങ്ങൾ തങ്ങൾ ആക്രമിക്കില്ലെന്നും ട്രംപ് പറയുന്നു. അമേരിക്കയും ഇറാനും പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തിയെന്നും മരുമകൻ ജാരദ് കഷ്ണറും തൻ്റെ ഉപദേഷ്ടാവായ സ്റ്റീവ് വിറ്റ്കോഫും ഈ ചർച്ചയുടെ ഭാഗമായെന്നും ഡൊണാൾഡ് ട്രംപ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇറാൻ്റെ ശക്തമായ താക്കീതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റിന് പിന്തിരിയേണ്ടി വന്നെന്നാണ് ഇറാൻ ദേശീയ മാധ്യമങ്ങൾ പ്രതികരിച്ചത്. ട്രംപുമായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ചർച്ച ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാൻ്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന അന്ത്യശാസനത്തിൻ്റെ സമയപരിധി തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുകയും ചെയ്തു. തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് അനിശ്ചിതകാലത്തേക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന് ഇറാനും തിരിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമിക്കാൻ സാധ്യതയുള്ള പശ്ചിമേഷ്യയിലെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളുടെയും കടൽവെള്ള ശുദ്ധീകരണശാലകളുടെയും പേരുകൾ ഇറാൻ്റെ ഫാർസ് വാർത്താ ഏജൻസി തിങ്കളാഴ്ച രാവിലെ പുറത്തുവിട്ടിരുന്നു. ഗൾഫ് മേഖലയിൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ഇറാൻ. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ട് ആക്രമണ ശ്രമങ്ങളുണ്ടായി. ഇറാൻ്റെ 20-ലേറെ ഡ്രോണുകൾ തകർത്തതായി സൗദി അറേബ്യ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിലും ബഹ്റൈനിലും ഇറാൻ്റെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ബഹ്റൈനിൽ 2 തവണ അപായ സൈറൻ മുഴങ്ങി. കുവൈറ്റിൽ 2 തവണ ആക്രമണ ശ്രമമുണ്ടായി. ആക്രമണത്തിൽ 7 വൈദ്യുത ലൈനുകൾ തകർന്നു. മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് ഈ വൈദ്യുത ലൈനുകൾക്ക് കേടുപാടുകൾ ഉണ്ടായതെന്ന് വൈദ്യുത മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് കുവൈറ്റിൻ്റെ പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങി. എത്രയും വേഗം വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്ന് മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം തങ്ങൾക്ക് ലഭിച്ച നഷ്ടങ്ങൾക്കുള്ള പരിഹാരം, സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യൽ, ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടില്ലെന്ന അന്താരാഷ്ട്ര നിയമപരമായ ഗ്യാരണ്ടി എന്നിവ ലഭിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ലെന്ന് ഇറാൻ്റെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവ് മൊഹ്സൻ റസായി മുന്നറിയിപ്പ് നൽകി. ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയുടെ മുതിർന്ന ഉപദേഷ്ടാവായ റസായി തിങ്കളാഴ്ച നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിലാണ് രാജ്യത്തിൻ്റെ ഈ നിലപാട് വ്യക്തമാക്കിയത്. യുദ്ധം തുടരുന്ന കാര്യത്തിൽ ടെഹ്റാൻ കൂടുതൽ കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് റസായിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത്തവണത്തെ പ്രത്യാക്രമണം കേവലം കണ്ണിന് പകരം കണ്ണ് എന്ന രീതിയിലാവില്ലെന്നും മറിച്ച് കണ്ണിന് പകരം തല എന്ന നിലയിലായിരിക്കുമെന്നും ശത്രുക്കൾ ഗൾഫ് മേഖല വിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ്റെ സായുധ സേന പൂർണ്ണ ശക്തിയോടെ സൈനിക നടപടികൾ തുടരുകയാണെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും കൂടെ അദ്ദേഹം പറയുന്നു. യുദ്ധം ഒരാഴ്ച മുൻപ് തന്നെ അവസാനിക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സമ്മർദ്ദമാണ് പോരാട്ടം തുടരാൻ കാരണമായതെന്നും റസായി ആരോപിക്കുന്നു. വെടിനിർത്തലിന് അമേരിക്ക തയ്യാറായിരുന്നുവെന്നും യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് വാഷിംഗ്ടൺ തിരിച്ചറിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു.